എല്ലാ കൂട്ടുകാർക്കും എക്സൽ എസ് എസ് സിയിലേക്ക് സ്വാഗതം. എക്സൽ എസ് എസ് സിയുടെ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന പോർഷനാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം 2ലേക്കാണ് നമ്മളിപ്പോ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇന്നലെ 10 മണിക്ക് ഞാൻ ക്ലാസ് എടുത്തിരുന്നു. പാർട്ട് 1 ആണ് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു 5 മണിക്ക് നിങ്ങൾക്ക് ക്ലാസ് കാണും. നിർഭാഗ്യവശാൽ അത് എടുക്കാൻ പറ്റാതെയായി. സോറി ഫോർ ദാറ്റ്. അപ്പൊ നമ്മള് 10 മണിക്കുള്ള ക്ലാസ് എല്ലാ ദിവസവും നമ്മൾ എയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ എടുക്കുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സിന്റെ സെക്കൻഡ് പാർട്ട്. ഇതിൽ നമ്മൾ പ്രീവിയസ് ഇയർ വരുന്നില്ല. പ്രീവിയസ് ഇയർ മിക്കവാറും നിങ്ങൾക്ക് 3ഓ 4ഓ പാർട്ടിൽ കാണും. ദാ ഇവിടെ ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. നോക്കൂ, ദാ ഇതൊക്കെ ഒട്ട് ഒരുപാട് ആ, ഇതാണ് നിങ്ങൾക്ക് പോയിട്ടുണ്ട്. ദാ ഇത് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇത് പഠിച്ചതിന് ശേഷം ഓരോന്നും പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ച് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് തുടങ്ങാമല്ലോ മക്കളെ. ഇതാണ് ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. നോക്കൂ, ഇത് ആരുടേതാണെന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ആരുടേതാണ് ഈ പുസ്തകം? ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് M.N. റോയ് ആണ്. ആരാണ്? M.N. റോയ് ആണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ M.N. റോയിയുടെ ഒരു വിശേഷണം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഈ താഴെ കാണുന്ന വ്യക്തിയാണ് നമ്മുടെ M.N. റോയ്. ഈ വ്യക്തിയാണ് M.N. റോയ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു വിശേഷണം ഒന്ന് പറയാമോ? ഫാദർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസം. ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ പിതാവാണ് ആര്? നമ്മുടെ M.N. റോയ് എന്ന് പറയുന്നത്. M.N. റോയ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ പിതാവാണ്. ആര്? നമ്മുടെ M.N. റോയ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു വിശേഷണം എന്ന് പറഞ്ഞാല് ഇദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം. അതായത് നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ M.N. റോയ് ആണ് പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ആ, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു കാര്യം, വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത്? തീരെയും നമ്മൾ അത്രയും ഒരു കോളനൈസേഷൻ, 200 വർഷത്തെ കോളനൈസേഷന്റെ അണ്ടറിലായിരുന്ന നമ്മുടെ ഇന്ത്യ അത്രയും റൂയിൻഡ് ആയിട്ട് ഒരു എക്കോണമി ആയിരുന്നു. വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു എല്ലാ അർത്ഥത്തിലും. സോ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നും എങ്ങനെ ഒരു ഗവൺമെന്റൽ പോളിസിയിലൂടെ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക്കൽ പോളിസിയിലൂടെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. റഷ്യയിൽ ആ സമയം എന്ത് പ്ലാനിങ് ഉണ്ടായിരുന്നു? 5 ഇയർ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായിരുന്നു. 5 ഇയർ പ്ലാൻ അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാം. നമ്മുടെ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഒരു 5 ഇയർ പ്ലാൻ എങ്കിലും കിട്ടാത്ത ഒരു എക്സാംസും കാണില്ല. മിക്കവാറും ഉള്ള എക്സാംസിനൊക്കെ 5 ഇയർ പ്ലാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 5 ഇയർ പ്ലാൻ നമുക്ക് എക്കണോമിക്സിൽ കാര്യമായിട്ട് പഠിക്കാം. എന്നാലും ഞാൻ പറയുകയാണ്, ഈ 5 ഇയർ പ്ലാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് USSR ആണ്. എന്താ USSR? ഇന്നത്തെ ഏത് രാജ്യമാണിത്? ഇന്നത്തെ റഷ്യയാണ് USSR എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് പ്ലാനിംഗ് കൊണ്ടുവരുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ USSR എന്നാണ് നിങ്ങളുടെ മറുപടി. ഓക്കെ, അവിടെ ആരാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തിയെ കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കപ്പെടുന്നു. അപ്പോ അദ്ദേഹമാണ് അവിടെ, ജോസഫ് സ്റ്റാലിൻ ആണ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ പ്രോസസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് വർഷം? 1928 അദ്ദേഹം പ്ലാനിംഗ് കൊണ്ടുവരുന്നു. ഇതിനെ ചുക്കാൻ പിടിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 5 ഇയർ പ്ലാനിങ്. അതായത് ഒരു 5 വർഷം നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യും. അതായത് ഇപ്പൊ അഗ്രികൾച്ചർ എന്ന് പറയുന്ന മേഖലയെ ഫോക്കസ് ചെയ്യാം എന്നൊരു ഉദ്ദേശം കൊണ്ട്, എന്നിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ് ചെയ്ത് അങ്ങനെ ആ ഒരു പ്രോസസ്സ് അവിടെ മുന്നിട്ട് കയറും. അതാണ് 5 ഇയർ പ്ലാൻ എന്ന് പറയും. അതായത് നമുക്കിപ്പോ ഒരു ടീം കാണും ഒരു ഒരു കാര്യത്തിനെ കുറിച്ച്. അത് ആ 5 വർഷത്തേക്ക് അതിനെ മാത്രമായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് വരാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നോക്കും കേട്ടോ. എന്നാലും ഈ 5 ഇയർ പ്ലാൻ പോകുമ്പോൾ അങ്ങനെയാണ് ഒരു ഐഡിയോളജി പോകുന്നത്. മൊത്തം നമുക്ക് 12 5 ഇയർ പ്ലാൻ പോയിട്ടുണ്ട് ഒഫീഷ്യലി. ഇപ്പൊ നീതി ആയോഗാണ് അതിന്റെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു പ്ലാനിംഗ് കമ്മിറ്റി വരുന്നു. പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നമ്മുടെ നെഹ്റു വരുന്നു. അതുപോലെ തന്നെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ മുൻകൈ എടുത്തത് വിശ്വേശ്വരയ്യയാണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്ന വിശേഷം ആർക്കാണ്? വിശ്വേശ്വരയ്യയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പുസ്തകവുമാണ്. ഇക്കണോമിക്കൽ പെർസ്പെക്റ്റീവിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? പ്ലാൻഡ്, ഈ ഡി ആണ് ഇത്, ഇക്കോണമി ഓഫ് ഇന്ത്യ ആണ്.
ഇക്കോണമി, പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻഡ് ഇക്കോണമി. ആരാ എഴുതിയത്? എം വിശ്വേശ്വരയ്യ. വിശ്വേശ്വരയ്യാണ്. അതായത് മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ പുസ്തകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് എം വിശ്വേശ്വരയ്യാണ്. എന്തിനാണ് ഞാൻ ഈ എം എൻ റോയുടെ പോർഷൻ പഠിക്കുമ്പോൾ വിശ്വേശ്വരയ്യയെ കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചാല്, നമ്മുടെ ഇന്ത്യയില് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അനവധി പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അനവധി അതായത് പ്ലാനിങ് പ്രോജക്ട്സ് അല്ലെങ്കിൽ ഒരു ആശയങ്ങൾ മുന്നോട്ട് വരികയുണ്ടായി. അതിൽപ്പെട്ട ഒരാളാണ്, അത് വളരെ വേണ്ടപ്പെട്ട ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ എം എൻ റോയ്. അതായത് പ്രധാനപ്പെട്ട കുറേ പരിപാടികൾ അത് എന്താണ് ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യക്ക് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്ന 1944 ഒരു പ്ലാനിങ് പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോംബെ പ്ലാൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതും 1944 അതുപോലെ തന്നെ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 1945 വന്ന ഒരു പ്രോഗ്രാം അല്ലെ? അതാണ് നമുക്ക് വേണ്ട പോയിന്റ്. ഓക്കെ, ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്ലാനിങ് പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് 1945, ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു സ്കീമാണ് 1945 പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന പ്രോഗ്രാം. എന്താണ് പീപ്പിൾസ് പ്ലാൻ? 1945 നമ്മുടെ ഇന്ത്യയുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പ്ലാനിങ് ബേസ് ചെയ്തിട്ട്, അതായത് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം. ആര് കൊണ്ടുവന്നു? നമ്മുടെ എം എൻ റോയ് നിർദ്ദേശിച്ച ഒരു പ്രോഗ്രാമാണ് ഏതെന്ന് പറയുന്നത് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്. പീപ്പിൾസ് പ്ലാനിനെ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ ഓപ്ഷനിൽ മറ്റൊരു ക്വസ്റ്റ്യൻ തരാം, റാഡിക്കൽ പ്ലാൻ എന്നും കാണും. എന്താണ് റാഡിക്കൽ പ്ലാൻ? ഇത് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? അത് കൃഷിക്കും അതിന്റെ ഉൽപാദനത്തിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് ആളുകൾ കൂടുതൽ കൃഷിയിലേക്കും അതുപോലെ തന്നെ ഉൽപാദനത്തിലൂടെയും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കാനും, അതുപോലെ തന്നെ ഏറ്റവും ഇക്കണോമിക്കിലെ ഏറ്റവും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഭാഗത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? എം എൻ റോയ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ പുസ്തകമാണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യൻ ട്രാൻസിഷൻ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസം എന്ന് പറയണം. അതുപോലെ തന്നെ നമ്മൾ പീപ്പിൾസ് പ്ലാനിനെ കുറിച്ച് പറയണം. അതുപോലെ ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രപ്പോസ് ചെയ്തത്, ഹു പ്രപ്പോസ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എം എൻ റോയ് ആണ്. അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര് മാനവേന്ദ്രനാഥ് റോയ് എന്നാണ്. അല്ലെങ്കിൽ നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നൊരു പേരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ 5 ഇയർ പ്ലാൻ ആശയം നമ്മൾ കടമെടുക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ, 5 ഇയർ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഐഡിയോളജി വാസ് ബോറോഡ് ഫ്രം വിച്ച് കൺട്രി എന്ന് ചോദിച്ചാൽ അത് ഏത് കൺട്രിയാണ്? നമ്മുടെ റഷ്യയാണ്. റഷ്യയിലെ USSRൽ നിന്നാണ്. റഷ്യയിൽ ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ജോസഫ് സ്റ്റാലിൻ. ഏത് വർഷം? 1928. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? എം വിശ്വേശ്വരയ്യാണ് അല്ലെ? എം വിശ്വേശ്വരയ്യാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് ഇക്കോണമി ഫോർ ഇന്ത്യ. ഓപ്ഷനിൽ ചിലപ്പോൾ എം വിശ്വേശ്വരയ്യ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാത്തിന്റെയും ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കുക, മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്നാണ്. എന്താണ് മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ? അദ്ദേഹത്തിന്റെ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ അടിത്തറയും കൂടെ ആയിട്ടുള്ള ഒരു പുസ്തകമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഓക്കെ, അടുത്തയിലേക്ക് പോവാലോ. ഇതാരാണ് നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എന്നറിയാമോ? നിങ്ങൾക്കറിയാമോ ആരാണെന്ന്? ഇദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ ഒന്ന് പറയാം, എന്നിട്ട് അദ്ദേഹത്തിന് പറയാം. എക്സ്പെരിമെന്റ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക് സാമ്പിളിംഗ് ഇൻ ദ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഒരു പുസ്തകം. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ആരാണിത്? PC മെഹലനോബിസ് അല്ലെങ്കിൽ പ്രശാന്ത ചന്ദ്ര മെഹലനോബിസ്. എന്താണ്? പ്രശാന്ത് ചന്ദ്ര മെഹലനോബിസ് എന്ന് വിളിക്കുന്ന PC മെഹലനോബിസ്. ഇത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയില് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് ആര്? PC മെഹലനോബിസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, കാരണം നമുക്ക് സ്റ്റാറ്റ് എന്ന് പറയുന്ന വാക്ക് അതിലുണ്ടല്ലോ. അപ്പൊ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ PC മെഹലനോബിസ് ആണ്. PC മെഹലനോബിസ് ആണ്. ഇതാണ് പുസ്തകം കേട്ടോ. അപ്പൊ PC മെഹലനോബിസിനെ കുറിച്ച് 1-2 ഫാക്ട് മനസ്സിൽ വന്നത് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പം നമ്മൾ ഇന്ത്യയില് 29th ജൂൺ എന്ന് പറയുന്ന സമയം,
29th ജൂൺ എന്ന് പറയുന്നത് എന്തായിട്ട് ആചരിക്കുന്നു? നമ്മൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് ആചരിക്കുന്നു. എന്താണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ? സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യയിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കുന്നത് ആരുടെ ബർത്ത്ഡേ ആണ്? ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് പറയുന്നത്. അടുത്ത പോർഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ഡേയ്സ് ആൻഡ് തീംസ് എന്ന് പറയുന്നതാണ്. അപ്പൊ അതിൽ എന്നാലും ഞാൻ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ 29 ജൂൺ എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആണ്. ഇസ് ബർത്ത്ഡേ ഓഫ് PC മെഹലനോബിസ്. അതായത് PC മെഹലനോബിസിന്റെ ബർത്ത്ഡേ ആണ് എന്തെന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഈ വർഷം എത്രാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആണ് കടന്നുപോയത് എന്ന് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എത്രാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആണ് ഇപ്പോ ഈ വർഷം 2025 സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എത്രാമത്തെ ആണ് എന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? അത് 19ാമത്തെയാണ്. 19ാമത്തെ. അപ്പം 19th നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആണ് എന്ത് ചെയ്തത് 2025 നമ്മൾ കണ്ടക്ട് ചെയ്തത്. അപ്പൊ 19th ആവുമ്പോ തീർച്ചയായിട്ടും ഇത് തുടങ്ങിയ വർഷം 2007 അത് ആചരിക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ PC മെഹലനോബിസിന്റെ മറ്റു പ്രത്യേകത ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ അതും വേണമെങ്കിൽ എഴുതാം, ഫാദർ ഓഫ് സോറി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് PC മെഹലനോബിസിനെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കാം. ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതും ആര് തന്നെയാണ്? നമ്മുടെ PC മെഹലനോബിസ് ആണ്. ആരാണ്? PC മെഹലനോബിസ്. പ്രശാന്ത് ചന്ദ്ര മെഹലനോബിസ്. ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ഇന്ത്യയിലെ 29th ജൂൺ എന്ന് പറയുന്ന ദിവസം നമ്മൾ എന്ത് ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. ഈ വർഷത്തെ എത്രാമത്തെ ദിവസമായിരുന്നു? 19ാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ദിവസം. 2007 മുതലാണ് അത് ആചരിക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, 2007 അല്ലേ? ആ, കറക്റ്റ് ആണ്. 2007 ആണോ? എങ്കിൽ 19 ആവോ? 2006 7 ആണ്. ഓക്കെ, അപ്പം ഇദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? PC മെഹലനോബിസ് ആണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു പഞ്ചവത്സര പദ്ധതി ഉണ്ട്, അല്ലെങ്കിൽ 5-year പ്ലാൻ ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അത് ഏത് 5-year പ്ലാൻ? നമ്മുടെ സെക്കൻഡ് 5-year പ്ലാനിനെ നമ്മൾ വിളിക്കുന്ന പേര് മെഹലനോബിസ് പ്ലാൻ എന്ന് പറയുന്നു. 5-year പ്ലാൻ അല്ലെ? 5-year പ്ലാൻ. നമ്മുടെ സെക്കൻഡ് 5-year പ്ലാനിന് ഇത് നമ്മുടെ 5 എന്ന് അക്ഷരം വേണ്ട, നമുക്ക് ലെറ്റർ ആയിട്ട് എഴുതാം. അതാണ് കുറച്ചും കൂടെ. ഓക്കെ, അപ്പം സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് മെഹലനോബിസ് മോഡൽ എന്ന് വിളിക്കുന്ന മോഡൽ എന്താണ്? സെക്കൻഡ് 5-year പ്ലാൻ ആണ്. കാരണം ഇദ്ദേഹം നമ്മുടെ പ്ലാനിംഗ് കമ്മിറ്റിയിലൊക്കെ അതായത് അതിൽ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എന്നാൽ ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന 5-year പ്ലാൻ എന്ന് പറയുന്നത് സെക്കൻഡ് 5-year പ്ലാൻ ആണ്. അത് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം മക്കളെ? അത് ഇൻഡസ്ട്രീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, അതായത് നമ്മുടെ മെഹലനോബിസ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു ഇത് വന്നിരിക്കുന്നത് ഏതിലാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സെക്കൻഡ് 5-year പ്ലാൻ ആണ്. ഒന്നും കൂടെ പറഞ്ഞോട്ടെ, അതിന്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് 5-year പ്ലാൻ എവിടെ എഴുതാം? ഇവിടെ തന്നെ എഴുതാം. സെക്കൻഡ് 5-year പ്ലാൻ വന്ന വർഷം 1956 മുതൽ 1961 വരെയാണ് സെക്കൻഡ് 5-year പ്ലാൻ നിലവിൽ വന്നത്. അപ്പൊ 1956 മുതൽ 1961 വരെ ഉണ്ടായിരുന്ന പ്ലാനിങ്ങിന്റെ പേരാണ് സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻഡസ്ട്രീസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ തന്നെ മെഹലനോബിസ് പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തൊഴിലില്ലായ്മ, അതായത് അൺഎംപ്ലോയ്മെന്റ് ലോവർ ചെയ്യുക, അതാണ് അതിന്റെ ലക്ഷ്യം. ഓരോ 5-year പ്ലാനിന് ഓരോ ലക്ഷ്യങ്ങൾ കാണും, അത് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കാണും. അപ്പൊ അതിൽ വളർച്ചാ നിരക്കുകളുണ്ട്. ഇതിലാണ് ഈ ഒരു സെക്കൻഡ് 5-year പ്ലാനിന്റെ സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ 5 IITകൾ നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്ന് ഭിലായി
റൂക്കേല, റൂക്കേല, അതുപോലെ തന്നെ ദുർഗാപൂർ, ദുർഗാപൂർ എന്ന് തുടങ്ങിയ സ്റ്റീൽ പ്ലാന്റ്സ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഭിലായ് സ്റ്റീൽ പ്ലാന്റ്, റൂക്കേല സ്റ്റീൽ പ്ലാന്റ്, ദുർഗാപൂർ, ഈ പറയുന്ന 3 വന്നത് ഏത് സമയത്താണ്? സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ സമയത്താണ് വന്നത്. ഓക്കെ, സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ സമയത്താണ് വന്നത്. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ? ഓക്കെ, ഈ റൂർക്കേല ബീച്ച്, അതായത് നമ്മുടെ ഈ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്? റൂർക്കേല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിലൂടെ പറയൂ, ഭിലായ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യൂ എന്ന് ഞാൻ പറയാണ്. നിങ്ങളുടെ കമന്റിങ് പവർ ഒന്ന് കാണിച്ചു തരൂ. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ പോരെ ഇതിൽ നിന്ന്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് ആക്റ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഒരു ജേർണൽ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ജേർണലിന്റെ പേരാണ് എന്ത്? സാങ്ഖ്യ. നമ്മുടെ സംഖ്യ. ഇദ്ദേഹത്തിന്റെ ജേർണലിന്റെ പേരാണ് സംഖ്യ. ഓക്കെ, കറക്റ്റ് ആയോ? ഈ ഭിലായ് പ്ലാന്റ് വരാനായിട്ട് നമ്മളെ സഹായിച്ചത് റഷ്യയാണ് കേട്ടോ. ഓക്കെ, റൂക്കേല പ്ലാന്റ് നമ്മളെ വരാനായിട്ട് സഹായിച്ചത് ജർമ്മനിയാണ്. ദുർഗാപൂർ സഹായിച്ചത് ബ്രിട്ടൻ ആണ്. ഇനി ഇത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് മാത്രം എനിക്ക് പറഞ്ഞു തന്നാൽ മതി നിങ്ങൾ. ഓക്കെ, അത് കമന്റ് ചെയ്ത് നിങ്ങൾ അറിയിക്കുക. ഭിലായി എവിടെയാണ്, റൂക്കേല എവിടെയാണ്, ദുർഗാപൂർ എവിടെയാണ്. ഓക്കെ, നമ്മൾ അത്യാവശ്യം GK കൂടെ കവർ ചെയ്താണ് നമ്മൾ ഈ ഒരു പോർഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്തയിലേക്ക് പോകാമോ കൂട്ടുകാരെ? ഓക്കെ, നോക്കൂ. ആ, നോക്കൂ, ഇതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആര്? സ്പോർട്സിനെ സ്നേഹിക്കാത്ത കുട്ടികളില്ല അല്ലെ? അത്യാവശ്യം സ്പോർട്സ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, കേട്ടെങ്കിലും പരിചയം കാണുമല്ലോ. അപ്പൊ ഇവരെ എന്തായാലും നമുക്കറിയാം. ഇദ്ദേഹത്തിന്റെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തിയുടെ എന്താണ്, ഈ മാഡത്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ഈ കാണുന്നത്. എയ്സ് എഗെയിൻസ്റ്റ് ഗോഡ്സ് എന്ന് പറയുന്നത്. എയ്സ് എഗെയിൻസ്റ്റ് ഓഡ്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് സാനിയ മിർസയാണ് അല്ലെ? ഒരുപാട് ഗ്രാൻഡ് സ്ലാംസ് ഒക്കെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നേടിത്തന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സാനിയ മിർസ. സാനിയ മിർസയുടെ പുസ്തകമാണ്, അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിയാണ്. അവരുടെ ഓട്ടോബയോഗ്രഫിയുടെ ആത്മകഥയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഏസ് എഗെയിൻസ്റ്റ് ദ ഓഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് കുറച്ച് ആളുകളെ ഒന്ന് പരിചയപ്പെടാം. അടുത്ത ആദ്യത്തെ വ്യക്തി, ഫസ്റ്റ് നമ്പർ 1, പ്ലേയിങ് it in my way. In my way. പ്ലേയിങ് ഇറ്റ് ഇൻ മൈ വേ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് നിങ്ങൾക്കറിയാം, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്ന വ്യക്തി ആരായിരിക്കും? അത് സച്ചിൻ ടെണ്ടുൽക്കർ എഴുതിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്? പ്ലേയിങ് ഇറ്റ് ഇൻ മൈ വേ. പ്ലേയിങ് ഇറ്റ് ഇൻ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെ? അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പ്ലേയിങ് ഇറ്റ് ഇൻ മൈ വേ എന്ന് പറയുന്നത്. ഇതിന്റെ കോ റൈറ്ററിന്റെ പേരും കൂടെ ഇപ്പൊ ചോദിക്കാറുണ്ട് കേട്ടോ. കോ റൈറ്റർ, അദ്ദേഹത്തിന്റെ കൂടെ എഴുതിയ ഒരു വ്യക്തിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ചോദിക്കാറുണ്ട്. ബോറിയ മജുംദാർ. എന്താണ് മക്കളെ? ബോറിയ മജുംദാർ എന്ന് പറയുന്നത്. ബോറിയ മജുംദാർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനോടൊപ്പം എഴുതിയതാണ്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞോട്ടെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്പോർട്സ് പേഴ്സണ് ഭാരതരത്നം കിട്ടി. ഭാരതരത്നം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണേഴ്സ് ആണ്. ഓക്കെ, ഓണറാണ്. അപ്പൊ 2014 ഇദ്ദേഹത്തിന് എന്ത് കിട്ടുകയുണ്ടായി? ഇദ്ദേഹത്തിന്, സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരത് രത്നം കിട്ടി. എന്താണ് കിട്ടിയത്? ഭാരത് രത്നം എന്ന് പറയുന്ന ബഹുമതി കിട്ടി. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം കിട്ടുന്ന വ്യക്തിയാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. അടുത്ത പുസ്തകം ഞാൻ പറയുന്നു, സ്ട്രെയിറ്റ് ഫ്രം മൈ ഹാർട്ട്. സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട്. സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്നത്. ഫ്രം ദ ഹാർട്ട് ആരുടെ പുസ്തകം? ആരുടെ പുസ്തകമാണ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്നത്? ആരാണ് മക്കളെ ഇത് എഴുതിയത്? അത് കപിൽ ദേവ് ആണ്.
കപിൽ ദേവ് 1983 വേൾഡ് കപ്പിന്റെ നമ്മുടെ ക്യാപ്റ്റൻ കൂടിയായ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോ 83 എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആരാണ് അതിൽ അഭിനയിച്ചതെന്നൊക്കെ നിങ്ങൾക്കറിയാം? അറിയാലോ, അതൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. രൺവീർ സിംഗും ദീപിക പദുക്കോനും ഒക്കെ അഭിനയിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? നമ്മുടെ കപിൽ ദേവ് ആണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകം, വേറൊരു പുസ്തകം എന്ന് പറയുന്നത് ബൈ, ഇതും അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കേട്ടോ, ഇത് രണ്ടും. ഓക്കെ, ബൈ ഗോഡ്സ് ഡിക്രി എന്ന് പറയുന്നത്, ബൈ ഗോഡ്സ് ഡിക്രി, DECREE എന്നാണ് ബൈ ഗോഡ്സ് ഡിക്രി എന്ന് പറയുന്ന പുസ്തകവും സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് മക്കളെ? കപിൽ ദേവ് എഴുതിയ പുസ്തകമാണ്. അപ്പോൾ എന്റെ ചോദ്യം, ഗോൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഗോൾ എന്ന് പറയുന്നത് ആരാണ് എഴുതിയത്? നമ്മുടെ ഗോൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് നമ്മുടെ മേജർ ധ്യാൻ ചന്ദ് ആണ്. മേജർ ഹോക്കി മാന്ത്രികൻ എന്ന് വിളിക്കുന്ന, അല്ലെ, ഹോക്കി മജീഷ്യൻ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് മേജർ ധ്യാൻ ചന്ദ്. അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മുടെ ഖേൽ രത്ന അവാർഡ് ഇപ്പോൾ അറിയപ്പെടുന്നത്. മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന എന്ന് പറയുന്നത്, അല്ലെ, മേജർ ധ്യാൻ ചന്ദ് ആണോ? ആണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മുടെ നാഷണൽ സ്പോർട്സ് ഡേ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ. നാഷണൽ സ്പോർട്സ് ഡേ എന്നാണെന്ന് കമന്റ് ചെയ്യൂ. അപ്പം ഗോൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് മേജർ ധ്യാൻ ചന്ദ് ആണ്. ഈ ഖേൽ രത്നയെ നമ്മള് ഇദ്ദേഹത്തിന് എന്താണ് നമ്മുടെ ഖേൽ രത്ന ഒക്കെ, അതായത് ഖേൽ രത്ന ഇപ്പൊ അറിയപ്പെടുന്നത് ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ മേജർ ധ്യാൻ ചന്ദിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത പുസ്തകം ഞാൻ ചോദിക്കുന്നു, ഗോൾഡൻ ഗേൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? നമ്മുടെ അതായത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആര്? നമ്മുടെ ഈ വ്യക്തി ആരാണ്? ഗോൾഡൻ ഗേൾ, ഏഷ്യയുടെ സ്പ്രിന്റ് റാണി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? PT ഉഷ. ആരാണ് ഗോൾഡൻ ഗേൾ എഴുതിയത്? ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ഒക്കെ അല്ലേ ഇപ്പോ? PT ഉഷ, അല്ലെ? PT ഉഷയാണ്. അപ്പൊ PT ഉഷയ്ക്ക് നമുക്ക് 1984 ലോസ് ഏഞ്ചൽസിൽ അവർക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. 400 മീറ്റർ സ്പ്രിന്റ്, അതായത് ഹർഡിൽസിൽ അവർക്ക് ബ്രോൺസ് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അതായത് നമ്മളൊരു കാര്യം പറയും, സമയത്തിന്റെ വില അറിയണമെങ്കിൽ ആരോട് ചോദിച്ചാൽ മതി? PT ഉഷയോട്. അപ്പോൾ നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ സമയം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ദുഃഖിക്കും, അല്ലെ? അപ്പൊ ഗോൾഡൻ ഗേൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് മക്കളെ? നമ്മുടെ PT ഉഷയാണ് എഴുതിയത്, അല്ലേ? 1984 നമ്മുടെ ലോസ് ഏഞ്ചൽസിൽ എന്ത് ചെയ്തു? ഇവർക്ക് എന്ത് നഷ്ടമായി? ബ്രോൺസ് മെഡല് 4x100, അതായത് 4x100 മീറ്റർ ഹർഡിൽസ്, അതില് എന്ത് ചെയ്തു? നഷ്ടമാവുകയാണ് ചെയ്തത്. അടുത്ത വ്യക്തി ഞാൻ ഓക്കെ, അടുത്തത് അൺബ്രേക്കബിൾ എന്ന് പറയുന്ന പുസ്തകം. അൺബ്രേക്കബിൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? മേരി കോം. അറിയാലോ മേരി കോമിനെ? അറിയാലോ മക്കളെ? മേരി കോം. അൺബ്രേക്കബിൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് മേരി കോം ആണ്. ഇതെല്ലാം നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവർക്ക് കുറച്ച് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കുക. പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ പഠിക്കണം. മേരി കോമിന് പത്മവിഭൂഷൺ കിട്ടിയ വർഷം, പത്മവിഭൂഷൺ. ഏറ്റവും ഹയസ്റ്റ് പത്മ അവാർഡ്സിൽ ഏറ്റവും ഹയസ്റ്റ് ആരാണെന്ന് വെച്ചാൽ വിഭൂഷൺ. നമ്മൾ വിക്ടറി എന്ന് പറയില്ല, അപ്പൊ അതാണ് വലുതെന്ന് വിചാരിച്ചാൽ മതി. പത്മവിഭൂഷൺ. ഓക്കെ, തിരിഞ്ഞു പോവല്ലേ. ഏറ്റവും വലുത് വിഭൂഷൺ ആണ്. പത്മഭൂഷൺ 2ാം സ്ഥാനം. പത്മശ്രീ 3ാം സ്ഥാനം. ഓക്കെ, അപ്പൊ പത്മവിഭൂഷൺ കിട്ടിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2020, നമ്മുടെ കൊറോണ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? മേരി കോമിന് പത്മവിഭൂഷൺ കിട്ടിയത്. പത്മഭൂഷൺ കിട്ടിയത് 2013 നമ്മുടെ നാഷണൽ സൈബർ സെക്യൂരിറ്റി പോളിസിയും കാര്യങ്ങളും ഒക്കെ വന്ന വർഷത്തിലാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. പത്മശ്രീ വന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ അത് 2006 വന്നത്. എന്റെ അനിയത്തി ജനിക്കുന്ന വർഷമാണ് കേട്ടോ. ഓക്കെ, പത്മശ്രീ എന്ന് പറയുന്നത് 2006
എന്ത് ചെയ്യുന്നത്? മേരി കോമിന് പത്മശ്രീ കിട്ടുന്നു. പത്മഭൂഷൺ കിട്ടുന്ന വർഷം 2013, പത്മവിഭൂഷൺ കിട്ടുന്ന വർഷം 2020. ഈ വർഷം നമ്മൾ മറക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ എല്ലാവരും മാസ്കിന്റെ അണ്ടറില് സ്റ്റിൽ അണ്ടർ എ മാസ്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയ ഒരു വർഷമാണ് 2020 അല്ലേ? വുഹാനിലുണ്ടായ ഒരു ചെറിയ വൈറസ് അത് ലോകം മുഴുവൻ കീഴടക്കി നമ്മളെല്ലാവരും വീട്ടിയിരുത്തി അല്ലേ? ഓക്കെ. അൺബ്രേക്കബിൾ ആരുടെ പുസ്തകം? മേരി കോമിന്റെ പുസ്തകം. അവർക്ക് അർജുന അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സ്റ്റാറ്റിക് GK എന്ന് തന്നെ വരും. അർജുന അവാർഡ് കിട്ടിയ വർഷം ഏത് വർഷം? 2003. 2003 മക്കളെ. 2003 കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്റെ അടുത്ത ചോദ്യം, ഇത് ഇത് ഒരു പുസ്തകം, ഇത് അടുത്തത് സ്ട്രെയിറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന പുസ്തകം. സ്ട്രെയിറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? അദ്ദേഹത്തിനെ നമ്മളൊരു ചെല്ലപ്പേര് വിളിക്കും, ലിറ്റിൽ മാസ്റ്റർ എന്ന് വിളിക്കും. ആരാണ് ലിറ്റിൽ മാസ്റ്റർ എന്ന് വിളിക്കുന്നത്? സുനിൽ ഗവാസ്കറെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലിറ്റിൽ മാസ്റ്റർ എന്ന് വിളിക്കുക. സുനിൽ ഗവാസ്കർ. ഓക്കെ. അൺബ്രേക്കബിൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് മേരി കോം ആണ്. സ്ട്രെയിറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് സുനിൽ ഗവാസ്കർ ആണ്. അടുത്തത് നമ്മൾ വിളിക്കുന്നു, അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഇത് മിക്കവാറും പരീക്ഷയ്ക്ക് SSCയുടെ എക്സാമിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു എക്സാം ആണ്. അല്ലെങ്കിൽ എക്സാം അല്ല, ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്, എന്റെ ജീവിതത്തിലെ ടെസ്റ്റ് ആരെഴുതിയതാണ് എന്ന് ചോദിച്ചാൽ യുവരാജ് സിംഗ് എഴുതിയതാണ്. അദ്ദേഹത്തിന് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു, അതിനെക്കുറിച്ച് എഴുതിയതാണ് കേട്ടോ, അല്ലാതെ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ കാര്യമല്ല. ഓക്കെ. അപ്പം ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് യുവരാജ് സിംഗ് എഴുതിയ പുസ്തകമാണ്. യുവരാജ് സിംഗ് എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ദ റേസ് ഓഫ് മൈ ലൈഫ്, അത് അടുത്ത ചോദ്യം, ഇത് ചോദിക്കാറുണ്ട്. റേസ് ഓഫ് മൈ ലൈഫ് ആരാണ് എഴുതിയത് മക്കളെ? മിക്ക സിംഗ്. ആരാണ് എഴുതിയത്? മിക്ക സിംഗ്. ഈ മിക്ക സിംഗ് അറിയാലോ, അറിയാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അടുത്തത് ആരാ പറയാ നമുക്ക്? എ സെഞ്ച്വറി ഈസ് നോട്ട് ഇനഫ്. അത് മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എ സെഞ്ച്വറി ഈസ് നോട്ട് ഇനഫ്. എ സെഞ്ച്വറി ഈസ് നോട്ട് ഇനഫ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? സൗരവ് ഗാംഗുലിയാണ്. അല്ലെ? ബംഗാൾ ടൈഗർ എന്നൊക്കെ വിളിക്കുന്ന ഒരു വ്യക്തിയാണ് സൗരവ് ഗാംഗുലി ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എ സെഞ്ച്വറി ഈസ് നോട്ട് ഇനഫ് എന്ന് പറയുന്ന പുസ്തകം. അടുത്തത് അഭിനവ് ബിന്ദ്രയുടെ ഒരു പുസ്തകമുണ്ട്, എ ഷോർട്ട്. ഞാനിപ്പോ ചെറുതായിട്ട് എഴുതിയത് സ്ഥലം കുറവായോണ്ടാണ് മക്കളെ. ഇൻ ഹിസ്റ്ററി, എ ഷോർട്ട് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര. ആരാ അഭിനവ് ബിന്ദ്ര? ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിത്തന്ന വ്യക്തിയാണ് അല്ലേ? അഭിനവ് ബിന്ദ്ര. ഓക്കെ. ഇനി ആരെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും? എന്തെങ്കിലും ഒരു ബുക്ക് മിസ്സായിട്ടുണ്ടോ? അൺബ്രേക്കബിൾ പറഞ്ഞു. പ്ലേയിങ് ടു വിൻ ആരുടെ പുസ്തകം? പ്ലേയിങ് ടു വിൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആര്? പ്ലേയിങ് ടു വിൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് സൈന നെഹ്വാൾ ആണ്. സൈന നെഹ്വാൾ. ഓക്കെ. സൈന നെഹ്വാൾ ആണ് പ്ലേയിങ് ടു വിൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. സൈന നെഹ്വാൾ. പിന്നെ അതിന് കുറച്ചും കൂടെ മുഴുവൻ പേരുണ്ട്. പ്ലേയിങ് ടു വിൻ മൈ ലൈഫ് ഓൺ ആൻഡ് ഓഫ് ദ കോർട്ട് എന്ന് പറയുന്നതാണ്. മൈ ലൈഫ് ഓൺ ആൻഡ് ഓഫ് ദ കോർട്ട് എന്ന് പറയുന്ന പുസ്തകമാണ് എഴുതിയിരിക്കുന്നത്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ നമുക്ക് വേണ്ടിയിട്ട്, അതായത് അവര് ബാഡ്മിന്റൺ പ്ലെയർ ആണ് കേട്ടോ,
ബാഡ്മിന്റണിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രോൺസ് മെഡൽ നേടിത്തന്ന ഒരു വ്യക്തിയാണ് ആര്? സൈന നെഹ്വാൾ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ സാനിയ മിർസ ഏത് സ്പോർട്സ് ആണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ പറയാമോ? അതും കമന്റ് ചെയ്യൂ. ഏത് സ്പോർട്സ് ആണ്? നിങ്ങൾ തിരിഞ്ഞു പോകും ചിലപ്പോ. അപ്പം സാനിയ മിർസ ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടുത്ത പോർഷനിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയാം. SSCയുടെ മറ്റൊരു പോർഷനിലാണ് നമ്മൾ പോകുന്നത്. ഫേമസ് ബുക്ക് ഗുലാം ഗിരി വാസ് റിട്ടൺ ബൈ ഹൂം എന്നൊരു ചോദ്യമാണ്. റിട്ടൺ ബൈ ഞാൻ ഇവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹൂം എന്ന് പറയുന്ന ആൻസർ കിട്ടിക്കാണാം. ആരാണ്? ഈ കാണുന്ന വ്യക്തിയാണ് ആര്? അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഈ ഒരു ഗുലാം ഗിരി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. ആരാണ് അദ്ദേഹത്തിന്റെ പേര്? ജ്യോതിബ ഫുലെ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത്. ജ്യോതിബ ഫുലെ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം സത്യശോധക് സമാജം എന്ന് പറയുന്ന ഒരു സമാജം, അതായത് ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടും അദ്ദേഹം ഒരു സഭ അല്ലെങ്കിൽ ഒരു സമാജം സ്ഥാപിച്ചു. എവിടെ? നമ്മുടെ പൂനെയില് ഒരു സമാജം സ്ഥാപിച്ചു. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ. നിങ്ങൾ പഠിക്കുക. 1873 അദ്ദേഹം സത്യശോധക് സമാജം എന്ന് പറയുന്ന സത്യശോധക് സമാജ് രൂപീകരിച്ചത് എവിടെയാന്ന് ചോദിച്ചാൽ അത് പൂനെയാണ്. പൂനെ എവിടെയാണെന്ന് എന്നോട് ചോദിക്കില്ലല്ലോ. പൂനെ എവിടെയാണെന്ന് അറിയാത്ത കുട്ടികളുണ്ടോ? നമ്മുടെ മഹാരാഷ്ട്രയിലാണ്. MH എന്ന് കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്ര. MH എന്ന് പറയില്ലേ? MHE എന്ന് പറയില്ലേ? അതുപോലെ തന്നെ. അപ്പം 1873 സത്യശോധക് സമാജം അദ്ദേഹം ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം സ്ഥാപിച്ചത്? അതായത് കാസ്റ്റ് സിസ്റ്റത്തിനെയും ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തിനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അതായത് നമ്മുടെ ഡിപ്രസീവ് ക്ലാസ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സത്യശോധക് സമാജം എന്ന് പറയുന്നത് സ്ഥാപിച്ചത്. അല്ലെ? അദ്ദേഹം മറ്റൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ഗുലാം ഗിരി. ഗുലാം ഗിരി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാല് അടിമത്വം എന്ന് പറയുന്ന ഒരു അർത്ഥം എന്തിനുണ്ട്? നമ്മുടെ ഈ ഗുലാം ഗിരിക്ക് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം അദ്ദേഹം എഴുതിയ മറ്റു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്? ഇഷാര എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇഷാര എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ജ്യോതിബ ഫുലെയാണ്. അതുപോലെ തന്നെ സാർവജനിക് സത്യധർമ്മ നിങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യമാണേ. സാർവജനിക് സത്യധർമ്മ. പിന്നെ ശിവജി ആൻഡ് ഗോഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ശിവജി ആൻഡ് ഗോഡ്, അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് ഈ 1973 മാത്രം പഠിച്ച പോലെ നിങ്ങൾ വിത്ത് ഡേറ്റും കൂടെ പഠിക്കാം. 24th സെപ്റ്റംബർ ആണ് എന്തെന്ന് പറയുന്നത്? സത്യശോധക് സമാജം എന്ന് പറയുന്നത് ജ്യോതിബ ഫുലെ എന്ത് ചെയ്തത്? ജ്യോതിബ റാവു ഫുലെ എന്നും പറയാറുണ്ട് ചിലടത്ത്, അല്ലെ? അപ്പൊ ജ്യോതിബ ഫുലെ എന്ത് ചെയ്തു? അത് ഫൗണ്ട് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാല് സത്യശോധക് സമാജം ആരുമായിട്ട് ബന്ധപ്പെട്ടത്? ജ്യോതിബ ഫുലെയുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെ? ആണോ? ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ഇഷാര എന്ന് പറയുന്നത്. തൃതീയ രത്നം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇപ്പൊ ഓർമ്മ വന്നു. തൃതീയ അപ്പൊ ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ എന്താണ്? പുസ്തകങ്ങളാണ്, ബുക്കാണ്, അല്ലെ? ബുക്കാണ്, അദ്ദേഹത്തിന്റെ ബുക്കുകളാണ്. ഇഷാര എന്ന് പറയുന്ന ബുക്കും സാർവജനിക് സത്യധർമ്മ. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് സാർവജനിക് സത്യധർമ്മ അപ്പൊ അത് മിക്കവാറും എന്തായിരിക്കും? ഒരു സമാജമായിരിക്കും. അല്ല, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് സാർവജനിക് സത്യധർമ്മ. ആരാണ് എഴുതിയത്? ജ്യോതിബ ഫുലെ ആണ് എഴുതിയത്. തൃതീയ രത്നം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? ജ്യോതിബ ഫുലെയാണ് എഴുതിയത്. ശിവജി ആൻഡ് ഗോഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടെ ഉണ്ട്. ഓക്കെ, ശിവജി ആൻഡ് ഗോഡ് എന്ന് പറയുന്ന ഒരു അല്ല, ശിവജിയും ജീവിതവും ഈശ്വരനും എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അദ്ദേഹം തന്നെയാണ്. ഓക്കെ, മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ കിങ് എന്ന് വിളിക്കുന്നത് ഇദ്ദേഹത്തിനാണ്. മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ കിങ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ജ്യോതിബ ഫുലെയാണ്. അതൊന്നും ഞാനിപ്പോ എഴുതുന്നില്ല. എന്നാലും ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യൽ റിഫോംസിന്റെ ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റിഫോംസ് എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? ജ്യോതിബ ഫുലെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സുകൾ എടുത്തു തരും. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സാവിത്രി ഭായ് ഫുലെയും ഇദ്ദേഹം കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സ്കൂൾ സ്ഥാപിച്ചത്. ഓക്കെ, എന്തെങ്കിലും
ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാം. ജ്യോതിബ ഫുലെയെ കുറിച്ചാണ് നമ്മളിപ്പോ ഈ ഒരു സ്ലൈഡിൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഈ സത്യശോധ സമാജത്തിന് ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, അതിന്റെ ഒരു എഡിറ്റോറിയൽ അതായത് എഡിഷൻ ഉണ്ട്. ആ ഇതിന്റെ പേര് എന്താണ്? ദീനബന്ധു എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഏത് ഏത് അതായത് നമ്മുടെ സഭയുമായിട്ട് അല്ലെങ്കിൽ സമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദീനബന്ധു ദീനബന്ധു ഓക്കെ, ദീനബന്ധു എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ റിലേറ്റഡ് ടു വിച്ച് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ സത്യശോധക് സമാജം അല്ലെങ്കിൽ ഏത് സമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സത്യശോധക് സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ദീനബന്ധു എന്ന് ചോദിച്ചാൽ ദീനബന്ധുവിന്റെ ആൻസർ ആണ് ഞാൻ ഈ പറഞ്ഞ സത്യശോധക് സമാജത്തിന്റെ മുഖപത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ പബ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ദീനബന്ധു എന്ന് പറയുന്നത്. ദീനബന്ധു അല്ല, ദീനബന്ധു ആണ്. ഈ ആണ് ദീനബന്ധു. മലയാളം കൂടെ എഴുതാം. ഞാൻ മലയാളം എഴുതാൻ അത്ര നല്ല കുട്ടിയല്ല കേട്ടോ. ബന്ധു ഇത് തന്നെയുണ്ട്. ബന്ധു ദീനബന്ധു ഇതിലില്ല കേട്ടോ, ഇതിലുള്ളതല്ല. ദീനബന്ധു. ഓക്കെ, ദീനബന്ധു എന്ന് പറയുന്നത് ആരുടേതാണ്? സത്യശോധക് സമാജത്തിന്റെ പബ്ലിക്കേഷൻ ആണ് പറയുന്നത്. ഇത്ര മതിയല്ലോ. ഇനി ഇതിൽ കൂടുതൽ വേണോ? വേണ്ടല്ലോ, വേണമെന്നില്ല അല്ലെ. അടുത്ത ഒരു വ്യക്തിയും കൂടെ ഞാൻ പറയുകയാണ്. അപ്പൊ നമ്മള് ഹിസ്റ്ററി ബേസ് ആയിട്ടുള്ള ബുക്ക് പഠിക്കുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയെ കുറിച്ച് പഠിക്കണം. സത്യാർത്ഥ പ്രകാശം ആരുടെ പുസ്തകം? അത് പഠിക്കുക. സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ വ്യക്തി ആരാണ്? ആരാ മക്കളെ? പറയൂ. ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയുടെ മറ്റൊരു പേര് മൂൽ ശങ്കർ എന്ന് വിളിക്കുന്നു. ദയാനന്ദ സരസ്വതിയാണ്. ഇദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയെ വേദത്തിന്റെ ഒക്കെ സഹായത്തില് അദ്ദേഹം അത് എന്താണ് അതായത് ഹിന്ദുയിസത്തിനെ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്ത ഒരു അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്ത ഒരു സോഷ്യൽ റിഫോമറും കൂടിയാണ് ആരെന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതി. അതായത് വേദകാലഘട്ടത്തിൽ നമ്മുടെ വേദങ്ങളുണ്ടല്ലോ അതിനൊക്കെ ബേസ് ചെയ്ത് ഹിന്ദുയിസം എന്ന് പറയുന്ന ആ ഒരു റിലീജിയനെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതി. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു, ബാക്ക് ടു വേദാസ് എന്ന് പറയുന്ന ഒരു വാചകം പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരെന്ന് നിങ്ങൾ മറുപടി പറയും? ആരെന്ന് പറയും നിങ്ങൾ? ദയാനന്ദ സരസ്വതി. ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ സോഷ്യൽ റിഫോമർ ആരാണെന്ന് ചോദിച്ചാൽ ദയാനന്ദ സരസ്വതി. റെയിൽവേക്കൊക്കെ മിക്കവാറും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതി ആണെങ്കിൽ ബാക്ക് ടു ഗീത എന്ന് പറഞ്ഞത് ആരാണ്? ബാക്ക് ടു ഗീത പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആര്യ സമാജം എന്ന് പറയുന്ന ഒരു സോഷ്യൽ റിഫോമിന് വേണ്ടിയിട്ടുള്ള ഒരു സമാജം ഉണ്ടാക്കിയത്, ഒരു സോഷ്യൽ റിഫോർമേഷൻ സൊസൈറ്റി ഉണ്ടാക്കിയത് ആര്യ സമാജം. ഇതും നമുക്ക് റിപ്പീറ്റ് അടിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ പഴയ മോഡലായി കഴിഞ്ഞു കേട്ടോ, ഔട്ട്ഡേറ്റഡ് ആയി. ആര്യ സമാജം വന്ന വർഷം ചോദിക്കും 1875. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ എടുത്തിട്ട് ചോദിക്കുമാര്. അത് എല്ലാത്തിലും ചോദിക്കും കേട്ടോ. ഏപ്രിൽ 10 വിത്ത് ഡേറ്റും കൂടെ പഠിക്കുക. നമുക്ക് എല്ലാവരും വർഷം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വിത്ത് ഡേറ്റും കൂടെ പഠിക്കുന്നു. ഏപ്രിൽ 10. എവിടെയാണ് ഇത് സ്ഥാപിച്ചത്? ബോംബെയിലാണ് സ്ഥാപിച്ചത്. ഈ ബോംബെ ഇന്നത്തെ എന്താണ്? മുംബൈ ആണ് അല്ലെ? ബോംബെയിലാണ് ഇത് സ്ഥാപിച്ചത്. ആര്യ സമാജം സ്ഥാപിച്ചത് ബോംബെ. ആരാണ് സ്ഥാപിച്ചത്? മൂൽ ശങ്കർ എന്ന് വിളിക്കുന്ന ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിച്ചത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി മറ്റൊരു പുസ്തകം ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, സ്ലൈഡ് എല്ലാം ഇട്ടിട്ടുണ്ട്, അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മള് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ 1-2 ബുക്ക് നോക്കാം. രാജയോഗം. ഓക്കെ, രാജയോഗ മറ്റൊരു പുസ്തകം, രണ്ടാമത്തെ പുസ്തകം. 1 ഇദ്ദേഹത്തിന്റെ, 2 എന്ന് പറയുന്നത് രാജയോഗം എഴുതി. കർമ്മയോഗം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആര്? കർമ്മയോഗ. പിന്നെ മൈ മാസ്റ്റർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആര്? മൈ മാസ്റ്റർ. ഇത് എഴുതിയതാരാണ്? വിവേകാനന്ദൻ. ഓക്കെ, സ്വാമി വിവേകാനന്ദ. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് അതായത് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. രാമകൃഷ്ണ
മിഷൻ. ഓക്കെ. രാമകൃഷ്ണൻ മിഷൻ എന്ന് പറയുന്നത് സ്ഥാപിച്ചത് ആരാണ് മക്കളെ? നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഏത് വർഷം നിങ്ങൾ പറയും? 1897 എന്ത് ചെയ്യുന്നത്? 1897 എന്ത് ചെയ്യുന്നത്? മെയ് 1 കൽക്കട്ടയിൽ സ്ഥാപിച്ചതാണ് ഏത്? രാമകൃഷ്ണ മിഷൻ. ആർക്ക് വേണ്ടിയിട്ട്? അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസയ്ക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ നമ്മള് നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ NCERT, അതായത് നമ്മുടെ CBSE സ്റ്റുഡൻസിനൊക്കെ തേജസ്വിയായ വാൽമീകി എന്ന് പറഞ്ഞ ഒരു പുസ്തകം മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. 9th തോന്നുന്നു. തേജസ്വിയായ വാൽമീകി നല്ല രസമാണ് കേട്ടോ ആ പുസ്തകം വായിക്കാനൊക്കെ. വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഓക്കെ. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഗുരുവിനെയൊക്കെ കുറിച്ച് എന്ത് ഭക്തി ആയിട്ടാണ്, ഒരു ഭക്തിയോടുകൂടിയാണ് അദ്ദേഹം ഈ ഗുരുവിനെ കാണുന്നത്. നമ്മളൊക്കെ ഇങ്ങനെയാണോ? എന്തോ? അയ്യോ സോറി, എന്റെ അമ്മ വിളിച്ചപ്പോ എന്തോ എന്ന് വിളി കേട്ടു. സോറി ഫോർ ദാറ്റ്. ഓക്കെ. അടുത്ത ഒരു പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ഗോദൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് ഗോദൻ. ഇതൊക്കെ ചോദിക്കും കേട്ടോ. മുൻഷി പ്രേംചന്ദ്. ഞാനൊരു 5-6 ക്വസ്റ്റ്യനും കൂടെ ഇട്ടിട്ട് നമുക്കിത് മതിയാക്കാം. പ്രേംചന്ദ്, എനിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. മുൻഷി പ്രേംചന്ദ്. ഗോര എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ഞാനൊരു ക്ലൂ തരട്ടെ. പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന പുസ്തകം, കാബൂളിവാല എന്ന് പറയുന്ന പുസ്തകം, ഗീതാഞ്ജലി എന്ന് പറയുന്ന പുസ്തകം. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കാണോ ആരാണെന്ന്? കാബൂളിവാല, ഗീതാഞ്ജലി. ഈ ഗീതാഞ്ജലിക്ക് ഇദ്ദേഹം ഒരു അവാർഡ് നമുക്ക് നേടിത്തന്നത്. ഏതാണ് ആ അവാർഡ്? ആരാണ് ഇദ്ദേഹം? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ അല്ലെ? രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന വ്യക്തി അല്ലെ? വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഗോര, പോസ്റ്റ് ഓഫീസ്, കാബൂളി വാല, വാലയാണ്, വാലിയല്ല വാല, കാബൂളി വാല, ഗീതാഞ്ജലി ആരാണ് എഴുതിയത്? രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഏഷ്യയില് ഒരു നൊബേൽ സമ്മാനം കൊണ്ടുവന്ന വ്യക്തിയാണ് ഫോർ ദ ലിറ്ററേച്ചർ. 1913 അദ്ദേഹം എന്ത് ചെയ്തു? നമുക്ക് വേണ്ടിയിട്ട് ലിറ്ററേച്ചറിൽ അദ്ദേഹം എന്ത് കൊണ്ടുവന്നു? നമുക്ക് ഒരു ലിറ്ററേച്ചർ കൊണ്ടുവന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ വേണ്ടി നമുക്ക് നൊബേൽ സമ്മാനം കൊണ്ടുവന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഇദ്ദേഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അഷ്ടധായി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആര്? അഷ്ടധായി ചോദിക്കും, ഇഷ്ടം പോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അഷ്ടധായി, അഷ്ടധായി ആരാണ് മക്കളെ? അഷ്ടധായി എഴുതിയത് പാണിനി എഴുതിയ പുസ്തകമാണ്. പാണിനി. ഓക്കെ. പാണിനി എഴുതിയ പുസ്തകമാണ്. ആരാ പാണിനി? ഗ്രമേറിയൻ സ്കോളർ ആണ് അല്ലെ? ഇന്ത്യൻ സംസ്കൃത സ്കോളറും കൂടെയാണ് അദ്ദേഹം അല്ലെ? അതുപോലെ തന്നെ മഹാഭാഷ്യം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? മഹാഭാഷ്യം. മഹാഭാഷ്യം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് മക്കളെ? നമ്മുടെ പതഞ്ജലിയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ യോഗ എന്ന് വിളിക്കുന്നത് അല്ലെ? യോഗ ദിനം എന്നാണ് മക്കളെ? പതഞ്ജലി യോഗ ദിനം എന്ന് പറയുന്നത് ജൂൺ 21 ഇത്തവണ അതിന്റെ അതായത് അതിന്റെ വെന്യൂ എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ് അല്ലെ? വിശാഖപട്ടണമാണ്. ഞാൻ തീം പറയുന്നില്ല. അടുത്ത നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് തീംസും ഡേയ്സും ആണ്. അതുകൊണ്ട് അത് തീം പറയുന്നില്ല. സോ മഹാഭാഷ്യം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? പതഞ്ജലിയാണ്. അപ്പൊ അടുത്ത സ്ലൈഡിൽ നമ്മൾ എഴുതുന്നു, കൽഹനൻ എഴുതിയ ഒരു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്? രാജതരംഗിണി. അതും ചോദിക്കാറുണ്ട്. തരംഗിണി ആരാണ് എഴുതിയത്? കൽഹനൻ. ആരാണ്? കൽഹന. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇതില് ആനന്ദമഠം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമല്ലോ. പറയണോ ഞാൻ? അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അറിയാലോ. ആരായിരിക്കും? കൗടല്യനായിരിക്കും. ആനന്ദമഠം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണ്. മറ്റൊരു പുസ്തകം മൃച്ഛകടിക എഴുതിയത് ആര്? മൃച്ഛകടിക എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശൂദ്രക. ഇത് നമ്മുടെ CGL ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. ശൂദ്രക. ഓക്കെ, ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയറിൽ നിന്ന് എടുത്തതാണ്, അല്ലാതെ ഞാൻ
എന്റെ ഇഷ്ടത്തിന് എടുത്ത് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതല്ല. ശൂദ്രകൻ എഴുതിയ പുസ്തകമാണ് മൃച്ഛകടിക എന്ന് പറയുന്നത്. രാജതരംഗിണി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? കൽഹനൻ എഴുതിയ പുസ്തകമാണ് രാജതരംഗിണി എന്ന് പറയുന്നത്. അല്ലെ? കൽഹനൻ എഴുതിയ പുസ്തകമാണ് രാജതരംഗിണി എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് അമർ ജീവൻ എന്ന് പറയുന്ന പുസ്തകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അമർ, ഇതിനൊരു പ്രത്യേകതയും കൂടെ ഉള്ള ഒരു പുസ്തകമാണ്. എന്താണ് അമർ ജീവന്റെ പുസ്തകം എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിത തന്റെ ഓട്ടോബയോഗ്രഫി എഴുതുന്നു. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓട്ടോബയോഗ്രഫി റിട്ടൺ ബൈ എ ഇന്ത്യൻ വുമൺ, എസ്പെഷ്യലി എ ബംഗാളി വുമൺ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. അത് എഴുതിയത് റാസ് സുന്ദരി ദേവിയാണ് തന്റെ ആത്മകഥ എഴുതുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിത എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആത്മകഥ എഴുതുന്നു. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു റോട്ട് ആൻഡ് ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി. ഓക്കെ, അതാണിത്. അടുത്തത് എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന് പറയുന്ന പുസ്തകം. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് എന്താണ്? സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജി. ഓക്കെ, എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ മഹാഭാരതത്തിന് ഒരു പേർഷ്യൻ വേർഷൻ ഉണ്ട്. മഹാഭാരതത്തിന്റെ പേർഷ്യൻ നെയിം എന്താണ് എന്ന് ചോദിച്ചു. മഹാഭാരതത്തിന്റെ അത് ചോദിക്കാറുണ്ട്. മഹാഭാരതം ഉണ്ടല്ലോ, അറിയാലോ, ജയ സംഹിത എന്ന് വിളിക്കുന്ന മഹാഭാരതം വ്യാസൻ എഴുതിയതാണ്. അതിന്റെ പേർഷ്യൻ വേർഷൻ ആണ് റാസ് നാമ എന്ന് പറയുന്നത്. എന്താണ്? റാസ് നാമ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? പേർഷ്യൻ പേരാണ് റാസ് നാമ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കാളിദാസൻ എഴുതിയ കൃതികൾ ഞാനൊന്ന് പറയാണ്, എഴുതാൻ സമയമില്ല. നമ്മുടെ കാളിദാസൻ എഴുതിയ പുസ്തകങ്ങളാണ് രഘുവംശം, മേഘദൂതം, കുമാരസംഭവം, അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം എന്ന് പറയുന്നത്. കാളിദാസൻ എഴുതിയ പുസ്തകങ്ങളാണ് ഏതെന്ന് പറയുന്നത്? രഘുവംശം, മേഘദൂതം, കുമാരസംഭവം, അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നി മിത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഞാൻ. പിന്നെ എന്താണ് ഇതില് വേറെ ഒന്നും ഇല്ല. ഇനി തമസ് എന്ന് പറയുന്ന അതൊക്കെ നമുക്ക് കൂലി, അതൊക്കെ നമുക്ക് ഇനി അടുത്ത പോർഷനിൽ പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, ഇത്രയും പോരെ ഇന്നത്തേക്ക്? ഇത്രയും പഠിച്ചാ പോരെ? ഓക്കെ, ഇത്രയും പോരെ മക്കളെ? ഓക്കെ, ഇതൊക്കെ വേറെ പോർഷൻ ആണ് കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ. എന്ത് പറയാൻ? ഓക്കെ, ഇത്രയും തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. എന്താണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുക, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ നോട്ട് മേക്കിംഗ് കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ച് മുന്നേറുക. ഒരു പ്രാവശ്യം തോറ്റു, അല്ലെങ്കിൽ 2 പ്രാവശ്യം തോറ്റു, അല്ലെങ്കിൽ 3 പ്രാവശ്യം തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിർത്താതിരിക്കുക നിങ്ങളുടെ പഠനം. ഓക്കെ, അതിലാണ് നിങ്ങളുടെ വിജയം തുടങ്ങുന്നത്. അങ്ങനെ നിർത്തുമ്പോൾ നമ്മൾ തോറ്റു. പക്ഷെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ പലരും കളിയാക്കും. ജോലി ആയില്ലേ എന്നുള്ള ഒരു ചോദ്യം വരും. തീർച്ചയായിട്ടും വരും. ഇതുവരെ പഠിച്ചിട്ട് ജോലിയൊന്നും ആയില്ലേ, ഇത്രയും പഠിച്ചില്ലേ, ഇനിയിപ്പോ കെട്ടിയൊക്കെ പൊയ്ക്കൂടെ? പെൺപിള്ളാരോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്. ഇനിയിപ്പോ കല്യാണമൊക്കെ നോക്കാറായില്ലേ, പ്രായമായില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ തിരിച്ചു പറഞ്ഞാൽ മതി, കല്യാണം ആവാറായി, ശരിയാണ്, കല്യാണ പ്രായമൊക്കെ ആയി, പക്ഷേ ജീവിക്കാൻ പൈസ തന്നെ വേണ്ടേ എന്ന് തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ തരുമോ എന്നും കൂടെ മനസ്സിൽ ചോദിക്കണം, കൂടെ ചോദിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ അപ്പൊ തന്നെ അവർ പ്രാവി വിടും. അതുകൊണ്ട് എന്താണ്, നമ്മൾ അവരെ ചോദ്യത്തിനെ മറികടന്നുകൊണ്ട് മൗനമാണ് നല്ലത്. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ധീരമായിട്ട് പ്രവർത്തിക്കുക, ധീരമായി വർക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്റെ കൂട്ടുകാരെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? നിങ്ങളോട് സൈൻ ഓഫ് പറയുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ള അവസാന വാചകം. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിയാണ് കേട്ടോ. അടുത്ത പോർഷൻ നമുക്ക് കുറച്ചും കൂടെ ഉള്ളൂ. ഇത് തൊട്ടാണെന്ന് തോന്നുന്നു. ഇത് തൊട്ട് നമ്മൾ പരമാവധി അത് ഒരു 3, 4 തീർക്കാം കേട്ടോ. ഇത് തൊട്ട് നമുക്ക് ഒരുപാട് പോർഷൻ പോകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ സൈൻ ഓഫ് പറയുകയാണ്.
ഓക്കെ.